എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളെല്ലാവരോടും സ്നേഹത്തോടെയും മാന്യമായും പെരുമാറിയിട്ടും ആർക്കും ഒരു ദോഷവും ചെയ്യാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ചിലർ നിങ്ങളെ രഹസ്യമായി വെറുക്കുന്നത് എന്ന്? ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ, കൂടെ ജോലി ചെയ്യുന്നവരോ, എന്തിന് നിങ്ങളുടെ ബന്ധുക്കൾ പോലുമോ നിങ്ങളെ ഒരു ശത്രുവിനെപ്പോലെ കാണുന്നത് എന്തുകൊണ്ടാകാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ പോകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ചിന്തകളിലേക്കാണ്. നിക്കോളോ മാക്കിയവെല്ലി. അധികാരത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും മനുഷ്യന്റെ സ്വാർത്ഥതയെക്കുറിച്ചും ഇത്രത്തോളം ആഴത്തിൽ സംസാരിച്ച മറ്റൊരു ചിന്തകൻ ലോകചരിത്രത്തിലുണ്ടായിട്ടില്ല. മാക്കിയവെല്ലി പറഞ്ഞ കാര്യങ്ങൾ വെറും രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമല്ല, അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രസക്തമായ വലിയ സത്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന അവഗണനകൾക്കും ചതികൾക്കും അകാരണമായ വെറുപ്പിനും പിന്നിലെ മനഃശാസ്ത്രം മാക്കിയവെല്ലിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. ജീവിതം ഒരു വലിയ നാടകവേദിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ നാടകത്തിൽ നമ്മൾ ധരിച്ചുവെച്ചിരിക്കുന്ന മുഖംമൂടികളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ? മാക്കിയവെല്ലി പറയുന്നത് മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥനാണെന്നാണ്. അവൻ തന്നെത്തന്നെ സ്നേഹിക്കുന്നതുപോലെ മറ്റാരെയും സ്നേഹിക്കില്ല. എന്നാൽ പുറമേ അവൻ എല്ലാവരോടും സ്നേഹവും കരുണയും പ്രകടിപ്പിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന കാലത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കും. എന്നാൽ ആ ഗുണമില്ലാതാകുന്ന നിമിഷം ആ സ്നേഹം വെറുപ്പായി മാറും. പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് അവരിൽ നിങ്ങളോടുള്ള വെറുപ്പ് വളർത്തുന്നത് എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. പക്ഷെ അതാണ് സത്യം. നിങ്ങൾ ഒരാളെ വളരെയധികം സഹായിക്കുമ്പോൾ ആ സഹായം അവരെ ഓർമ്മിപ്പിക്കുന്നത് അവരുടെ ബലഹീനതകളെയാണ്. നിങ്ങളുടെ നന്മ അവരുടെ പോരായ്മകളെ അവർക്ക് കാട്ടിക്കൊടുക്കുന്നു. ആ ഒരു അപകർഷതാബോധം പതുക്കെ നിങ്ങളോടുള്ള പകയായി രൂപാന്തരപ്പെടുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നിയേക്കാം. പക്ഷെ മനുഷ്യന്റെ പ്രകൃതം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ കരുതുന്നത് നല്ലവനായി ജീവിച്ചാൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുമെന്നാണ്. എന്നാൽ മാക്കിയവെല്ലി ഇതിനെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. അമിതമായ നന്മ പലപ്പോഴും നിങ്ങളെ ദുർബലനായി ചിത്രീകരിക്കും. ചെന്നായ്ക്കൾ നിറഞ്ഞ ഈ ലോകത്ത് ഒരാടിനെപ്പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വേട്ടയാടപ്പെടും. നിങ്ങളെല്ലാവരോടും യെസ് എന്നു പറയുമ്പോൾ, എല്ലാവരെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ വഞ്ചിക്കുകയാണ്. ലോകം ആരാധിക്കുന്നത് കരുത്തരെയാണ്, നന്മയുള്ളവരെയല്ല. നന്മയുള്ളവർ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രമാത്രം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുവോ അത്രത്തോളം ആ വിട്ടുവീഴ്ചകൾ നിങ്ങളുടെ കടമയാണെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങും. ഒരിക്കൽ നിങ്ങൾ അതിൽ നിന്ന് പിന്നോട്ടു മാറിയാൽ അന്നുമുതൽ നിങ്ങൾ അവരുടെ കണ്ണിൽ വലിയൊരു തെറ്റുകാരനാകും. ഈ ലോകം നിങ്ങളെ അളക്കുന്നത് നിങ്ങളുടെ നന്മയുടെ തൂക്കത്തിലല്ല, മറിച്ച് നിങ്ങൾക്കവർക്കെത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിലാണ്. എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ രഹസ്യമായി വെറുക്കുന്നത് എന്നതിനും മാക്കിയവെല്ലിക്ക് കൃത്യമായ ഉത്തരമുണ്ട്. അത് നിങ്ങളുടെ വിജയമായിരിക്കാം, നിങ്ങളുടെ ആത്മവിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയരത്തിലാണെന്ന സത്യമായിരിക്കാം. മിക്ക ആളുകളും നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അവരെക്കാൾ താഴെയായിരിക്കുമ്പോഴാണ്. നിങ്ങൾ അവരെക്കാൾ ഒരുപടി മുന്നിലേക്ക് കയറുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയാൻ തുടങ്ങുന്നു. പുറമേ അവർ നിങ്ങളെ അഭിനന്ദിച്ചേക്കാം, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീഴ്ചയായിരിക്കും. കാരണം നിങ്ങളുടെ വിജയം അവരെ അവരുടെ പരാജയങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ എപ്പോഴും താരതമ്യങ്ങളിൽ വിശ്വസിക്കുന്ന ജീവിയാണ്. തന്നേക്കാൾ കഴിവുള്ള ഒരാളെ കാണുമ്പോൾ അവനിൽ ഭയവും ഒപ്പം അസൂയയും ജനിക്കുന്നു. ഈ അസൂയയാണ് പിന്നീട് രഹസ്യമായ വെറുപ്പായി മാറുന്നത്. അവർക്ക് നിങ്ങളെത്രയും ഉയരത്തിലെത്താൻ കഴിയില്ല എന്നറിയുമ്പോൾ നിങ്ങളെ താഴേക്ക് വലിച്ചിടാനാണ് അവർ ശ്രമിക്കുക. മാക്കിയവെല്ലിയുടെ ഒരു വിഖ്യാതമായ ചോദ്യമുണ്ട്: സ്നേഹിക്കപ്പെടുന്നതാണോ അതോ ഭയപ്പെടുന്നതാണോ ഒരു വ്യക്തിക്ക് നല്ലത്? ഇതിന് അദ്ദേഹം നൽകുന്ന ഉത്തരം വളരെ പ്രസക്തമാണ്. സാധിക്കുമെങ്കിൽ രണ്ടും വേണം, എന്നാൽ രണ്ടും കൂടി ഒത്തുപോകാൻ പ്രയാസമാണ്. അതിനാൽ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ ഭയപ്പെടുന്നതാണ് സുരക്ഷിതം. ഇതിനർത്ഥം നിങ്ങളൊരു ക്രൂരനാകണം എന്നല്ല, മറിച്ച് നിങ്ങളെ ആർക്കും എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരും എന്നുള്ള ബോധം മറ്റുള്ളവരിലുണ്ടാവണം. സ്നേഹം എന്നത് ഉപകാരപ്രദമായ ഒരു വികാരം മാത്രമാണ്. അതെപ്പോഴു വേണമെങ്കിലും മാറാം. എന്നാൽ ഭയം എന്നത് ശിക്ഷയെക്കുറിച്ചുള്ള ബോധമാണ്. അത് മാറ്റമില്ലാതെ നിലനിൽക്കും. ആളുകൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയാൽ നിങ്ങളെ ബഹുമാനിക്കില്ല. നിങ്ങളുടെ മാന്യത നിങ്ങളുടെ ബലഹീനതയായി അവർ കാണാൻ തുടങ്ങും. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നന്മയെ ഒരു പുകമരയാക്കി ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ചിലർക്ക് നിങ്ങളെ വെറുക്കാൻ കാരണം നിങ്ങളുടെ സത്യസന്ധതയായിരിക്കാം. സത്യം പറയുന്നവനെ ആരും ഇഷ്ടപ്പെടില്ല, കാരണം സത്യം എപ്പോഴും മുറിവേൽപ്പിക്കുന്നതാണ്. മാക്കിയവെല്ലി പറഞ്ഞതുപോലെ പ്രീണിപ്പിച്ചു നടക്കുന്നവർക്ക് എപ്പോഴും ആരാധകരുണ്ടാകും. എന്നാൽ തത്വങ്ങളിൽ ഉറച്ചുനിൽക്കുന്നവർ പലപ്പോഴും ഒറ്റപ്പെടും. ആ ഒറ്റപ്പെടൽ പക്ഷേ നിങ്ങളുടെ കരുത്താണ്.
മറ്റുള്ളവരുടെ കയ്യടികൾക്കു വേണ്ടി നിങ്ങളുടെ സ്വത്തം പണയം വയ്ക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾ എന്താണോ അതുതന്നെ ആയിരിക്കുക. നിങ്ങളുടെ നിലപാടുകൾ ചിലരെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ശരിയായ പാതയിലാണെന്നാണ്. എല്ലാവരും നിങ്ങളെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഒന്നുകിൽ നിങ്ങൾ എല്ലാവരെയും പറ്റിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ ഉപയോഗിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആളുകൾ നിങ്ങളുടെ മാറ്റങ്ങളെ വെറുക്കുന്നു എന്നതാണ്. നിങ്ങൾ പഴയതുപോലെയല്ല, നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആരെങ്കിലും നിങ്ങളോട് പരാതിപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് പഴയതുപോലെ നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ്. മാക്കിയവെല്ലി വിശ്വസിച്ചിരുന്നത് മാറ്റമെന്നത് അനിവാര്യമായ ഒന്നാണെന്നാണ്. കാലത്തിനനുസരിച്ചു മാറാൻ കഴിയാത്തവൻ നശിച്ചുപോകും. നിങ്ങൾ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തുമ്പോൾ, പുതിയ അറിവുകൾ നേടുമ്പോൾ, പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് പലരെയും ഭയപ്പെടുത്തും. അവർക്ക് സുരക്ഷിതമായി തോന്നിയിരുന്നത് നിങ്ങളുടെ പഴയ പതിപ്പിനെയാണ്. പുതിയ നിങ്ങൾ അവരുടെ നിയന്ത്രണങ്ങൾക്കപ്പുറമാണ്. ഈ നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് അവരിൽ നിങ്ങളോടുള്ള വെറുപ്പ് ജനിപ്പിക്കുന്നത്. ബന്ധങ്ങൾക്കിടയിലുള്ള ഈ കുടിപ്പതിയെയും വെറുപ്പിനെയും കുറിച്ച് മാക്കിയവെല്ലി നൽകുന്ന പാഠം വളരെ ലളിതമാണ്. ലോകത്തെ അതിൻ്റെ യഥാർത്ഥ നിറത്തിൽ കാണുക. ആളുകളെ അവരുടെ വാക്കുകൾ കൊണ്ടല്ല, അവരുടെ പ്രവൃത്തികൾ കൊണ്ടളക്കുക. അമിതമായ വിശ്വസ്തത പലപ്പോഴും ആപത്താണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ അവർക്ക് നിങ്ങളെ മുറിവേൽപ്പിക്കാനുള്ള ആയുധമാണ് നൽകുന്നത്. ശത്രുവിനെ തിരിച്ചറിയാൻ എളുപ്പമാണ്, എന്നാൽ സുഹൃത്തിന്റെ വേഷമിട്ട ശത്രുവിനെ തിരിച്ചറിയാൻ മാക്കിയവെല്ലിയൻ ചിന്തകൾ ആവശ്യമാണ്. അവർ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ അതിലെ ചതിക്കുഴികൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓരോ വെറുപ്പിനു പിന്നിലും ഒരു കാരണമുണ്ട്. ആ കാരണം ചിലപ്പോൾ നിങ്ങളുടെ മഹത്വമായിരിക്കാം. വെറുക്കപ്പെടുക എന്നതെല്ലായ്പ്പോഴും മോശമായ കാര്യമല്ല. സിംഹത്തെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ അവയെല്ലാം സിംഹത്തെ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. മനുഷ്യസഹജമായ ചില സ്വഭാവങ്ങളുണ്ട്. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്താൽ അവർ നമ്മളെ വെറുക്കും. എന്നാൽ നമ്മൾ ഒരാൾക്ക് ഗുണം ചെയ്താൽ അവർ നമ്മളെ സ്നേഹിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്ത ഉപകാരം അവരിൽ കടപ്പാടുണ്ടാക്കും. ഈ കടപ്പാട് അവർക്കൊരു ഭാരമായി തോന്നുമ്പോൾ ആ ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. മറ്റൊരാളുടെ മുന്നിൽ എപ്പോഴും താഴ്ന്നു നിൽക്കാൻ ആരും ആഗ്രഹിക്കില്ല. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ ഔദാര്യങ്ങൾ ഒരു പരിധി വിടാതെ നോക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. മാക്കിയവെല്ലി പഠിപ്പിക്കുന്നത് നയതന്ത്രത്തിന്റെ പാഠങ്ങളാണ്. ജീവിതത്തിൽ എവിടെ നിൽക്കണം, എപ്പോൾ സംസാരിക്കണം, ആരോടൊക്കെ അടുപ്പം കാണിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയും അവരുടെ ലാഭത്തിനു വേണ്ടിയാണ് നമ്മളോട് ഇടപെടുന്നത് എന്ന് തിരിച്ചറിയുന്നത് ഒരു നിരാശയായി തോന്നാം, പക്ഷേ അത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. ആ തിരിച്ചറിവുണ്ടായാൽ പിന്നെ ആരും നിങ്ങളെ വേദനിപ്പിക്കില്ല. നിങ്ങളോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കുറവല്ല, മറിച്ച് അവരുടെ സ്വഭാവത്തിന്റെ പ്രതിഫലനമാണെന്ന് മനസ്സിലാക്കുക. അകാരണമായി നിങ്ങളെ വെറുക്കുന്നവർ സത്യത്തിൽ അവരുടെ ഉള്ളിലെ അസംതൃപ്തിയാണ് പുറത്തുവിടുന്നത്. അവരോട് പക കാണിക്കുന്നതിനു പകരം അവരെ സഹതാപത്തോടെ നോക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം നിങ്ങളുടെ വളർച്ചയിൽ അസ്വസ്ഥരാകുന്നവർ സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ചിലർ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന്. മാക്കിയവെല്ലി ഇതിനെ വിളിക്കുന്നത് അധികാരത്തിന്റെ കളി എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവോ അത്രത്തോളം ശത്രുക്കളും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. നിങ്ങളൊരു പാവയെപ്പോലെ എല്ലാവരുടെയും താളത്തിനൊത്ത് തുള്ളുകയാണെങ്കിൽ ആരും നിങ്ങളെ വെറുക്കില്ല, കാരണം നിങ്ങളൊരു ഭീഷണിയല്ല. എന്നാൽ നിങ്ങൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ശബ്ദമുയർത്തുമ്പോൾ അവിടെ വെറുപ്പിന്റെ വിത്തുകൾ പാകപ്പെടുന്നു. ഈ ലോകത്ത് ആരും നിങ്ങളെ വെറുതെ വിടില്ല. ഒന്നുകിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ആജ്ഞകൾ അനുസരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പാത വെട്ടിത്തെളിക്കണം. രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് എപ്പോഴും കല്ലേറുകൾ ഏൽക്കേണ്ടിവരും. ആ കല്ലുകൾ പക്ഷേ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പടവുകളായി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം. മാക്കിയവെല്ലി തന്റെ വിഖ്യാത ഗ്രന്ഥത്തിൽ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. മനുഷ്യർ അവർക്ക് ഉപദ്രവിക്കുന്നവരേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് അവർക്ക് ഗുണം ചെയ്യുന്നവരെയാണ്. കേൾക്കുമ്പോൾ വിരോധാഭാസമെന്ന് തോന്നാം, എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ ഇതിലെ സത്യം നമുക്ക് മനസ്സിലാകും. നിങ്ങൾ ഒരാൾക്ക് ഗുണം ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ കടപ്പാടിലാവുകയാണ്. ഈ കടപ്പാട് അവർക്കൊരു തരം അടിമത്തമായി അനുഭവപ്പെടാം. താൻ മറ്റൊരാളേക്കാൾ താഴ്ന്നവനാണെന്ന് തോന്നൽ അവരിൽ അപകർഷതാബോധമുണ്ടാക്കുന്നു. ആ ബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ നിങ്ങൾക്കെതിരെ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ചെറിയ തെറ്റുകളെപ്പോലും അവർ പർവ്വതീകരിക്കും. ഇതിലൂടെ തങ്ങൾ ചെയ്ത നന്ദികേടിനെ ന്യായീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു. അതുകൊണ്ടുതന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന നന്മകൾ മാത്രമേ നിങ്ങൾക്ക് സമാധാനം നൽകൂ. നമ്മുടെ ജീവിതത്തിൽ വഞ്ചനകൾ സംഭവിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകാറുണ്ട്. എന്നാൽ മാക്കിയവെല്ലി പറയുന്നത്, വഞ്ചന എന്നത്
മനുഷ്യസഹജമായ ഒരു ഗുണമാണെന്നാണ്. ഒരാൾ നിങ്ങളെ ചതിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പകരം അവരെ വിശ്വസിച്ച നിങ്ങളുടെ തീരുമാനത്തെയാണ് നിങ്ങൾ പുനർചിന്തിക്കേണ്ടത്. കുറുക്കന്റെ തന്ത്രങ്ങളും സിംഹത്തിന്റെ കരുത്തും ഒരേപോലെ ഒരാൾക്കുണ്ടാവണം എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. കെണികൾ തിരിച്ചറിയാൻ കുറുക്കന്റെ ബുദ്ധിയും ചെന്നായ്ക്കളെ തുരത്താൻ സിംഹത്തിന്റെ വീര്യവും വേണം. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്ത് നിലനിൽപ്പില്ല. വിശ്വസിക്കുക, പക്ഷേ കരുതലോടെ മാത്രം. നിങ്ങളുടെ ദൗർബല്യങ്ങൾ ആർക്കും വിട്ടുകൊടുക്കരുത്. കാരണം ഇന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന കൈകൾ നാളെ നിങ്ങളെ കഴുത്തുഞെരിച്ചു കൊല്ലാനും മടിക്കില്ല. ഇത് ക്രൂരമായൊരു ലോകമാണ്. ഇവിടെ അതിജീവനമെന്നത് ഏറ്റവും ബുദ്ധിശാലികളായവർക്ക് മാത്രമുള്ളതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നത്? ഇതിനെ മാക്കിയാവെല്ലി മാന്യതയുടെ മുഖമൂടി എന്ന് വിളിക്കുന്നു. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല പ്രതിച്ഛായ വേണം. ആർക്കും താനൊരു അസൂയക്കാരനാണെന്നോ വഞ്ചകനാണെന്നോ പുറം ലോകത്തെ അറിയിക്കാൻ താൽപ്പര്യമില്ല. അതുകൊണ്ട് അവർ സ്നേഹം അഭിനയിക്കും. നിങ്ങളുടെ വിജയത്തിൽ അവർ സന്തോഷിക്കുന്നുവെന്ന് തോന്നിപ്പിക്കും. എന്നാൽ നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും അവർ നിരീക്ഷിക്കുന്നുണ്ടാകും. എപ്പോഴാണ് നിങ്ങൾക്കൊരു വീഴ്ച സംഭവിക്കുന്നത് എന്ന് നോക്കി അവർ കാത്തിരിക്കും. ഒരു ചെറിയ തടസ്സം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ സഹായിക്കാനെന്ന വ്യാജേന അവർ ഓടിവരും. സത്യത്തിൽ നിങ്ങളുടെ തകർച്ച കണ്ട് ആസ്വദിക്കാനാണ് അവർ വരുന്നത്. ഇത്തരം വിഷവാതകങ്ങളെ തിരിച്ചറിയുക എന്നത് നിങ്ങളുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം നിങ്ങളുടെ നിശബ്ദതയെക്കുറിച്ചാണ്. മാക്കിയാവെല്ലി വിശ്വസിച്ചിരുന്നത് വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്കാണ് ശക്തി എന്നാണ്. നിങ്ങളുടെ പദ്ധതികൾ ആരോടും വിളിച്ചു പറയരുത്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ശത്രുക്കൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയരുത്. നിഗൂഢത എന്നത് വലിയൊരായുധമാണ്. നിങ്ങൾ പ്രവചനാതീതനായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ഭയപ്പെടേണ്ടിവരും. അധികം സംസാരിക്കുന്നവർ തങ്ങളുടെ ബലഹീനതകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ നിശബ്ദനായിരിക്കുന്നവൻ മറ്റുള്ളവരുടെ മനസ്സു വായിക്കാൻ പഠിക്കും. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. അത് പുറത്തുവിടുന്ന നിമിഷം നിങ്ങൾ മറ്റൊരാളുടെ നിയന്ത്രണത്തിലാവുകയാണ്. സ്വന്തം ജീവിതത്തിന്റെ കടിഞ്ഞാൺ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നും, നമ്മൾ എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നത് എന്ന്. എല്ലാവരും നമ്മളെ വെറുക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അധ്വാനം? അവിടെയാണ് മാക്കിയാവെല്ലിയുടെ ചിന്തകൾ നമ്മളെ ഉണർത്തുന്നത്. വെറുക്കപ്പെടുക എന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. മരിച്ചവനെ ആരും വെറുക്കില്ല. ഒന്നിനും കൊള്ളാത്തവനെ ആരും ശ്രദ്ധിക്കില്ല. നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്നതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തോ ഒരു ചലനമുണ്ടാക്കുന്നു എന്നാണ്. സിംഹം നടന്നുപോകുമ്പോൾ കുരയ്ക്കുന്ന നായ്ക്കളെ അത് ശ്രദ്ധിക്കാറില്ല. കാരണം സിംഹത്തിനറിയാം തന്റെ ലക്ഷ്യമെന്താണെന്ന്. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങളെ തടയാൻ കഴിയില്ല. അവർക്ക് നിങ്ങളെ നോക്കി നെടുവീർപ്പിടാൻ മാത്രമേ കഴിയൂ. നിങ്ങളുടെ വിജയം തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള മാക്കിയാവെല്ലിയുടെ കാഴ്ചപ്പാടൽ പലർക്കും കടുപ്പമേറിയതായി തോന്നാം. പക്ഷേ അത് യാഥാർത്ഥ്യബോധമുള്ളതാണ്. സൗഹൃദമെന്നത് പലപ്പോഴും ആവശ്യങ്ങളുടെ പുറത്ത് കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. ആവശ്യം കഴിയുമ്പോൾ സൗഹൃദം അവസാനിക്കുന്നു. എന്നാൽ ബഹുമാനമെന്നത് അങ്ങനെയല്ല. നിങ്ങളെ വെറുക്കുന്നവർ പോലും ഉള്ളിൻ്റെ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടാകാം. ആ ബഹുമാനം നേടിയെടുക്കുകയാണ് പ്രധാനം. സ്നേഹം നേടാൻ നിങ്ങൾ സ്വയം മാറേണ്ടി വന്നേക്കാം. എന്നാൽ ബഹുമാനം നേടാൻ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കു വേണ്ടി സ്വന്തം തത്വങ്ങൾ മാറ്റിവെക്കുന്നവനെ ആരും ബഹുമാനിക്കില്ല. നിങ്ങളുടെ ശരികൾക്കു വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അത് ചെയ്യുക. ലോകം അവസാനം നീതിമാന്മാരുടെ കൂടെയല്ല, കരുത്തന്മാരുടെ കൂടെയാണ് നിൽക്കുക. നമ്മൾ നമ്മുടെ ശത്രുക്കളിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളുടെ ഏറ്റവും വലിയ വിമർശകരാണ്. അവർ നിങ്ങളുടെ കുറവുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ സ്നേഹം കൊണ്ട് നിങ്ങളുടെ കണ്ണ് മൂടുമ്പോൾ ശത്രുക്കൾ ആ കണ്ണ് തുറപ്പിക്കും. ആ വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കുക. അവർ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെങ്കിൽ അത് തിരുത്തുക. അങ്ങനെ നിങ്ങളെ വെറുക്കുന്നവരെപ്പോലും നിങ്ങളുടെ വളർച്ചയുടെ ഇന്ധനമാക്കി മാറ്റുക. മാക്കിയാവെല്ലി പറയുന്നതുപോലെ ഒരു ഭരണാധികാരി എപ്പോഴും ഉണർന്നിരിക്കണം. തന്റെ ചുറ്റുമുള്ള അപകടങ്ങളെ അവൻ മണത്തറിയണം. നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവ് നിങ്ങളാണ്. നിങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വൈകാരികമായി തളരാതെ യുക്തിപൂർവം ചിന്തിക്കാൻ പഠിക്കുക. ഈ ലോകം ഒരു വലിയ പോരാട്ടഭൂമിയാണ്. ഇവിടെ നല്ലവനായിരിക്കുക എന്നതിനേക്കാൾ പ്രധാനം ജയിക്കുക എന്നതാണ്. തോറ്റവന്റെ നന്മ ആരും കാണില്ല. ജയിച്ചവന്റെ തെറ്റുകൾ ആരും ചോദിക്കില്ല. ഇതിനർത്ഥം നിങ്ങൾ അധർമ്മം ചെയ്യണം എന്നല്ല, മറിച്ച്
നിങ്ങളുടെ നന്മ നിങ്ങളുടെ ബലഹീനതയാകാൻ അനുവദിക്കരുത്. നന്മ ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ നിങ്ങൾ ആദ്യം കരുത്തനാവണം. ദരിദ്രന്റെ ദാനത്തേക്കാൾ വലിയവന്റെ കരുണയ്ക്കാണ് ലോകം വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങളെ തന്നെ ഉയർത്തുക. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും നിങ്ങൾ ഉന്നതിയിലെത്തണം. അപ്പോൾ നിങ്ങളെ വെറുക്കുന്നവർക്ക് നിങ്ങളെ നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. മാക്കിയാവെല്ലിയുടെ തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെയാണ്. നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും വെറും മിഥ്യകളാണെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു. ആളുകൾ നിങ്ങളെ രഹസ്യമായി വെറുക്കുന്നത് നിങ്ങൾ അവരെക്കാൾ മികച്ചവനായതുകൊണ്ടാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം അവരുടെ ഭീരുത്വത്തെ തുറന്നു കാണിക്കുന്നു. നിങ്ങളുടെ കഠിനാധ്വാനം അവരുടെ മടിയെ ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് ആ വെറുപ്പിനെ ഒരു മെഡലായി കരുതുക. നിങ്ങൾ ശരിയായ പാതയിലാണെന്ന സർട്ടിഫിക്കറ്റാണത്. ഭയമില്ലാതെ മുന്നോട്ടു പോകുക. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർ സത്യത്തിൽ നിങ്ങളുടെ വലിപ്പത്തെ അംഗീകരിക്കുകയാണ്. ജീവിതം ഒരു കലയാണ്. ആ കലയിൽ മാക്കിയാവെല്ലി നമുക്ക് നൽകുന്നത് ഒരു പുതിയ ചായക്കൂട്ടാണ്. ഇരുണ്ടതാണെങ്കിലും അത് സത്യസന്ധമാണ്. എല്ലാവരോടും വിനയത്തോടെ പെരുമാറാം, പക്ഷേ അത് നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ചാകരുത്. സ്നേഹത്തേക്കാൾ വിശ്വാസ്യതയ്ക്ക് വില നൽകുക. വികാരങ്ങളെക്കാൾ ബുദ്ധിക്ക് മുൻഗണന നൽകുക. നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാട്ടമാകാൻ അനുവദിക്കരുത്. ലോകം നിങ്ങളെ എങ്ങനെയൊക്കെ കാണുന്നു എന്നത് നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. മറ്റുള്ളവരുടെ വെറുപ്പ് നിങ്ങളുടെ മനസ്സമാധാനം കളയാൻ അനുവദിക്കരുത്. പകരം അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ചിറകുകളായി മാറ്റുക. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. മാക്കിയാവെല്ലിയുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കനലായി അവശേഷിക്കട്ടെ. ആ കനൽ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ ദഹിപ്പിച്ചു കളയട്ടെ. നിങ്ങളെ വെറുക്കുന്നവർ നിഴലുകളെപ്പോലെയാണ്. പ്രകാശം കൂടുമ്പോൾ അവയുടെ വലിപ്പവും കൂടും. പക്ഷേ ഓർക്കുക, പ്രകാശമുള്ളിടത്ത് മാത്രമേ നിഴലുകളുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം കെട്ടുപോകാതെ സൂക്ഷിക്കുക. കൂടുതൽ കരുത്തോടെ, കൂടുതൽ ബുദ്ധിയോടെ, കൂടുതൽ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നീങ്ങുക. ലോകം നിങ്ങളെ വെറുക്കട്ടെ, പക്ഷേ അവരൊരിക്കലും നിങ്ങളെ അവഗണിക്കില്ല. നിങ്ങളുടെ സാന്നിധ്യം അവരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ മാറ്റത്തിന്റെ തുടക്കക്കാരനാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിലെ കഠിനമായ സത്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ചിന്തകളിൽ വരുന്ന മാറ്റമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. ഇത്തരം കൂടുതൽ ആഴത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചറിയാൻ, ജീവിതത്തിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചരിത്രത്തിലെ വലിയ ചിന്തകർ നമുക്ക് നൽകിയ അറിവുകൾ നമ്മുടെ വഴിവിളക്കുകളായി കൂടെയുണ്ട്. അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. അത് മനോഹരമായി കെട്ടിപ്പടുക്കുക.